ശ്രീഗുരുഭ്യോ നമ. ഓം ഗം ഗണപതിയേ നമ. ഓം ദുർഗാദേവിയേ നമോ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 2-ാം സ്കന്ധം 11-ാം അധ്യായം സർപ്പസത്ര നിവാരണം. വിധിയെ തടുത്തു നിർത്താനാവാതെ തക്ഷകദംശനമേറ്റ പരീക്ഷിത് മഹാരാജാവിൻ്റെ മരണമാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇന്ന് പരീക്ഷിത്തിൻ്റെ മകനായ ജനമേജയൻ്റെ രാജ്യാരോഹണവും അദ്ദേഹം സർപ്പസത്രം നടത്തുന്നതുമായ ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. സൂതൻ ഭൂപൻ മരിച്ചതായിട്ടും മകനെ കൊച്ചു കുഞ്ഞുമായി കണ്ടു ചെയ്താർ മന്ത്രിമാർ ഔർദദേഹികമൊക്കെയും. ദഹിച്ചു ചാമ്പൽ പോലായ നൃപദേഹത്തെ മന്ത്രിമാർ ഗംഗാതീരത്തിലകിലിൻ ചിതകൂട്ടിക്കരേറ്റിനാർ. ദുർമൃതൻ ഭൂമിപൻ അന്നു പുരോഹിതർ നടത്തിനാർ വേദമന്ത്രങ്ങളാൽ സംസ്കാരാധികം വിധിയാം വിധം. പൊന്നും കോക്കളെയും നാനാവസ്ത്രങ്ങൾ വിവിധാന്നവും യഥോചിതം നൽകി വിപ്രന്മാർക്കു വേണ്ടതുപോലവേ. നാട്ടുകാർക്കൊക്കെയും കണ്ണിലുണ്ണിയാം കൊച്ചുഭൂപനെ സിംഹാസനത്തിന്മേലേറ്റി സുമുഹൂർത്തത്തിൽ മന്ത്രിമാർ വാഴിച്ചു. പൗരർ നാട്ടാരും ലോകരും ചക്രവർത്തിയായി ജനമേജയനാമാവാം രാജലക്ഷണപൂർണനെ വളർത്തമ്മ പഠിപ്പിച്ചു രാജ്യകാര്യമശേഷവും. ദിനംതോറും ബുദ്ധിമാനായി വളർന്നാൻ കൊച്ചു ഭൂപതി. 11-ാം വയസ്സിങ്കൽ അബാലനെ യഥോചിതം പഠിപ്പിച്ചാൻ കുലഗുരു പഠിച്ചാനവനൊക്കെയും. കർണനു ഭൃഗുരാമൻ പോൽ പാർത്ഥനാ ദ്രോണർ പോലെയും കൃപാചാര്യനവൻ നേകി ധനുർവേദം സമസ്തവും. ധനുർവേദം വേദമേവം വിദ്യയെല്ലാം പഠിച്ചവൻ ദുർവാരവീര്യനായി തീർന്നു സൂക്ഷ്മജ്ഞൻ ബലശാലിയായി. ധർമ്മശാസ്ത്രാർത്ഥകുശലൻ സത്യവാദി ജിതേന്ദ്രിയൻ വാണാൻ രാജ്യം ധർമ്മനിഷ്ഠയോടും ധർമ്മജനെന്ന പോൽ. പിന്നെ സുവർണവർമാക്ഷനെന്ന കാശീപുരാധിപൻ പാരീക്ഷിതൻ നേകി വപുഷ്ടയാം നിജകന്യയെ. വിചിത്രവീര്യനക്കാശി രാജപുത്രിയെ എന്ന പോൽ സുഭദ്രയെ പാർത്തനെന്ന പോലെയും ജനമേജയൻ നീലക്കടക്കണ്ണാളാമത്തന്യെ പൂണ്ടു തുഷ്ടനായി അസാരസാക്ഷിയോടൊത്തു കാട്ടിലും പൂവനത്തിലും ക്രീഡിച്ചു വാണാനഭൂവൻ ശചിയൊത്തിന്ദ്രനെന്ന പോൽ. തുഷ്ടരായി തത്പ്രജകളും സുഖലാളനയാൽ തുലോം. സമർത്ഥരാമമാത്യന്മാർ കാര്യമൊക്കെ നടത്തിനാൻ അക്കാലത്തൊരു നാൾ താപസേന്ദ്രനുത്തങ്കനെന്നൊരാൾ. തക്ഷകദ്രോഹമേറ്റാർത്തനായി അണഞ്ഞിതു തത്പുരം. പകവീട്ടാൻ പോരുമൊരാളാരുണ്ടെന്നുള്ള ചിന്തയിൽ പരീക്ഷിത്തിൻ മകൻ പോരുമെന്നു കണ്ടെത്തി താപസൻ. ഇന്നിപ്പോഴിന്നതാവാമെന്നറിയുന്നില്ല നീ നൃപ. വേണ്ടുന്നതൊന്നും ചെയ്വീല ചെയ്വോ വേണ്ടാത്തതൊക്കെയും. പകയോ ശ്രമമോ തന്ത്രജ്ഞതയോ തീണ്ടിയിടാതെ നീ കുഞ്ഞിനെപ്പോൽ കളിക്കുന്നു നിന്നോടെന്തോതിടേണ്ടു ഞാൻ. ജനമേജയൻ വൈരമെന്തെന്നതോർപ്പിലേ ചെയ്യുന്നിലേ പ്രതിക്രിയ. മഹാമതേ ഭവാൻ ചൊന്നു തന്നാലും ചെയ്വനാശു ഞാൻ. ഉത്തങ്കൻ നിന്നച്ഛനെ കൊന്നു ഭൂവ ദുരാത്മാവായ തക്ഷകൻ. മന്ത്രിമാരെ വിളിച്ചൊന്നു ചോദിക്കോ മൃത്യുകാരണം. സൂതൻ അതു കേട്ടു നൃപൻ ചെന്നു ചോദിക്കേ ചൊന്നു മന്ത്രിമാർ. ദ്വിജശാപത്തിനാൽ സർപ്പം കടിച്ചു മൃതനായി നൃപൻ. ജനമേജയൻ അച്ഛൻ്റെ മരണത്തിനു കാരണം മുനിയാണുപോൽ
തക്ഷകൻ എന്തതിൽ കുറ്റം ചൊന്നാലും മുനിസത്തമാ. ഉത്തങ്കൻ ധനമേകി കശ്യപനെ പിന്തിരിപ്പിച്ചു തക്ഷകൻ. നിനക്കു വൈരിയല്ലെന്നോ താതനെ കൊന്ന തക്ഷകൻ. സർപ്പം കടിച്ചുരുവിൻ ഭാര്യ വേളിക്കു മുമ്പു താൻ മരിച്ചതായി കണ്ടു ജീവിപ്പിച്ചിത താപസോത്തമൻ. അന്നു ചെയ്താൻ ഘോരമാമി ശപഥം പിന്നെയാരൊരു കണ്ണിൽ പെടും പാമ്പുകളെ സർവം വെട്ടി നുറുക്കുവൻ. ഏവം പ്രതിജ്ഞയും ചെയ്തു രുരുവായുധപാണിയായി നാടു ചുറ്റിക്കൊന്നു കണ്ട സർപ്പത്തെയൊക്കെയും. ഒരു നാൾ ജരബാധിച്ച കൂറ്റനാമൊരു ചേരയെ കണ്ടു കാട്ടിൽ പാഞ്ഞടുത്തു കൊല്ലുവാൻ ദണ്ഡുമായവൻ. കോപത്തോടൊന്നടിച്ചാൻ അന്നേരം ഡുണ്ടുഭമോദിനാൻ. തെറ്റു ചെയ്തില്ലൊന്നുമങ്ങേക്കെന്തിനെന്നെ ഹനിപ്പു നീ. രുരു സർപ്പം കടിച്ചു താൻ ചത്താളെൻ്റെയാ പ്രാണവല്ലഭ. അഴലാൽ അന്നെടുത്തേൻ ഞാൻ പ്രതിജ്ഞയിതു പന്നക. ഡുണ്ടുഭം കടിക്കാറില്ല ഞാൻ ദംശിപ്പതോ മറ്റുള്ള പാമ്പുകൾ. ശരീരസാമ്യം കണ്ടെന്നെ കൊല്ലാൻ പാടില്ല നീ മുനേ. ഉത്തങ്കൻ മനോജ്ഞമായി മർത്യനെന്ന പോൽ ചൊന്നരാ വാക്കു കേൾക്കയാൽ രുരു ചോദിച്ചു നീയാരാൺ എന്തേടുണ്ടുപമായതും. സർപ്പം മുജ്ജന്മമൊരു വിപ്രൻ ഞാൻ എന്നുത്തമമിത്രമായി. ഖഗമാക്യൻ ദ്വിജശ്രേഷ്ഠൻ വാണിരുന്നു ജിതേന്ദ്രിയൻ. അഗ്നിഹോത്രഗൃഹത്തിങ്കൽ വെച്ചു മൂർഖത കൊണ്ടു ഞാൻ പുല്ലിൻ പാമ്പാലം മുനിയെ പാരം പേടിപ്പെടുത്തിനാൻ. ഭയന്നു വിറപൂണ്ടെന്നെ ശപിച്ചാനവനഞ്ജസ. മൂർഖ നീ സർപ്പമായി പോട്ടെ എന്നെയേവം ചതിക്കയാൽ. സർപ്പമായി തീർന്നു ഞാൻ വാഴ്ത്തി പ്രസാദിപ്പിച്ചു വിപ്രനെ. ക്രോധം തെല്ലു ശമിച്ചപ്പോൾ എന്നോടോതി ദ്വിജോത്തമൻ. നൂനം പ്രമദിതൻ പുത്രൻ രുരുവാൽ ശാപമുക്തനായി തീരും ഭവാനെന്നേരം എനിക്കേകി അനുഗ്രഹം. ആ സർപ്പമീ ഞാൻ രുരു നീ ഞാനോതുന്നതു കേൾക്ക. അഹിംസയത്രേ പരമം ധർമ്മം വിപ്രർക്കു നിർണയം. വിജ്ഞനാം ബ്രാഹ്മണൻ എന്നുമാരോടും വേണമുൾകൃപ. യജ്ഞത്തിലാവാമെന്നുണ്ടു ഹിംസ പാടില്ലതന്യഥാ. ഉത്തങ്കൻ മനുഷ്യദേഹം കൈക്കൊണ്ടു വിപ്രനായി മാറിടുണ്ടുപം. ശാപാന്തമേവം രുരുവും നൽകി കൈവിട്ടു ഹിംസയെ. പിന്നെ തൻ കാന്തയെ ജീവിപ്പിച്ചു വേട്ടിതു താപസൻ. വൈരനിര്യാതനം ചെയ്ത രുരുവിങ്ങനെ മന്നവ. നീയോ നാഗങ്ങളിൽ തെല്ലും വൈരം കൂടാതെ നിൽക്കയാം. പിതൃഘാതം ചെയ്ത കൂട്ടക്കാരോടില്ലൊരു മന്യുവും. സ്നാനദാനങ്ങളില്ലാതെ നിന്നച്ഛൻ ചത്തുമേൽവശം. നാഗങ്ങളെ കൊന്ന് അവനെയുദ്ധരിക്ക നൃപേന്ദ്ര നീ. പിതൃവൈരിയെയോർക്കാത്തോൻ ചത്തവന്നു സമാനനാം. നാഗങ്ങളെ കൊല്ലുവോളം അച്ഛനുണ്ടായി വരാഗതി. അംബായജ്ഞത്തിൻ്റെ പേരിൽ സർപ്പസത്രം നടത്തി നീ. പിതൃദ്രോഹം ചെയ്ത പക വീട്ടിയാലും നൃപോത്തമാ. സുതൻ ഉത്തങ്കൻ്റെ വചസ്സേവം കേട്ടൊരജ്ജനമേജയൻ. ചൊരിഞ്ഞു കണ്ണുനീർ ധാരധാരയായി ദുഃഖശക്തിയാൽ. സർപ്പം കടിച്ചു ചത്തച്ഛൻ ഗതിമുട്ടിയിരിക്കവേ. ദുർബുദ്ധിയാം ഞാൻ വെറുതെ ഞെളിഞ്ഞിങ്ങു വസിക്കയാം. ഇന്നു താൻ യജ്ഞമാരംഭിച്ചിതിൻ്റെ പക വീട്ടുവൻ. കത്തും വന്നിയിൽ ഞാൻ നൂനം ഹോമിപ്പൻ പന്നകങ്ങളെ. വിളിച്ചു സജീവന്മാരെയൊക്കെയും ചൊന്നു ഭൂപതി. വേണ്ട പോൽ യജ്ഞസംഭാരം ചെയ്യുവിൻ മന്ത്രിമുഖ്യരെ. ദ്വിജരെ കൊണ്ടു ഗംഗാതീരത്തിൽ ഭൂമി അളന്നുടൻ
100 മണ്ഡപം തത്ര തീർപ്പിക്കുക മനോജ്ഞമായി. യജ്ഞവേദിയുടൻ നിങ്ങളെനിക്കായി തീർത്തുവയ്ക്കുവിൻ. വിസ്തരിച്ചതിൽ വെച്ചാശു സർപ്പസത്രം നടത്തുവൻ. തക്ഷകൻ താൻ യജ്ഞപശു ഹോതാവുത്തങ്കനാം മുനി. വേദപാരകരാം വിപ്രന്മാരെ ശീഘ്രം വിളിക്കുവിൻ. സുതൻ കാര്യശേഷിയെഴും മന്ത്രിമാരഭൂപാജ്ഞയാലുടൻ. യജ്ഞസംഭാരങ്ങൾ കൂട്ടി തീർത്തു വേദി വിശാലമായി. ഭയാർത്തനായി തക്ഷകന സർപ്പഹോമം നടക്കവേ. കാത്താലുമെന്നെയെന്നോതി പ്രാപിച്ചാൻ സുരനാഥനെ. പേടിക്കാതെ തക്ഷക എന്നഭയം നൽകി വാസവൻ. അർദ്ധാസനമവന്നേകി ആശ്വസിപ്പിച്ചു തക്ഷണം. ഇന്ദ്രൻ കൊടുത്താനഭയം തക്ഷകനെന്നറിഞ്ഞുടൻ. ആവാഹിച്ചാൻ ഇന്ദ്രനെയും മന്ത്രത്താൽ മുനിരുഷ്ടനായി. യയാവരകുലോത്പന്ന നാസ്തികാഖ്യൻ മുനീന്ദ്രനെ. ജരൽക്കാരുസുതൻ തന്നെ സ്മരിച്ചാൻ തക്ഷകൻ തഥാ. ആസ്തികൻ തത്ര പോയി വാഴ്ത്തി ജനമേജയ ഭൂപനെ. പണ്ഡിതോത്തമനാ വിപ്രൻ തന്നെ പൂജിച്ചു ഭൂപനും. വാഞ്ചിതം മുനിയോടെന്തെന്നന്വേഷിച്ചാനന്തരം. നിർത്തണം സർപ്പസത്രത്തെ വേഗമെന്നാ മുനീശ്വരർ. വീണ്ടും പ്രാർത്ഥിക്കയാൽ സത്യബദ്ധനാം ജനമേജയൻ. നിർത്തൽ ചെയ്താൻ സർപ്പഹോമം മുനിബാലന്റെ വാക്കിനാൽ. വിസ്തരിച്ചന്നോതി വൈശമ്പായനൻ ഭാരതം കഥ. അതു കേട്ടും നൃപേന്ദ്രനു ലഭിച്ചില്ല മനസ്സുഖം. വ്യാസനോടാശു ചോദിച്ചാൻ ശാന്തി കിട്ടുവതെങ്ങിനെ. മനസ്സു ചുട്ടുനീറുന്നു ചെയ്വതെന്തുര ചെയ്ക നീ. മരിച്ചിതി ദുർഭഗന്റെ പിതാവാമുത്തരാസുതൻ. ക്ഷത്രിയർക്കു മഹാഭാഗ പോരിലല്ലീ വരം മൃതി. എൻ പിതാവു മരിച്ചില്ല പോരിലോ വിധിപൂർവകം. വീട്ടിൽ വച്ചോ ചത്തിതവൻ മേൽവശം ഗതി എന്നിയെ. ശാന്തി കിട്ടാനുപായത്തെ ചൊൽക സത്യവതീ സുതാ. ഗതി കിട്ടാത്തൊരെന്നച്ഛൻ സ്വർഗം പ്രാപിച്ചിടും വിധം. സർപ്പസത്ര നിവാരണം 11-ാം അധ്യായം സമാപ്തം. 12-ാം അധ്യായം ശ്രോതൃപ്രവക്തൃ പ്രസംഗം. ഈ അധ്യായത്തിൽ സർപ്പസത്രം നിർത്താനപേക്ഷിച്ച ആസ്തിക മുനിയുടെ ജന്മവൃത്താന്തം വിശദീകരിച്ച് പറഞ്ഞ ശേഷം വ്യാസഭഗവാൻ പിതാവിനെ ഓർത്ത് ദുഃഖിക്കുന്ന ജനമേജയ രാജാവിനോട് ദേവീയജ്ഞം ചെയ്ത് ദേവീ ഭാഗവതം കേട്ടാൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം തീരുകയും പിതാവിന് മുക്തിയുണ്ടാവുകയും കുലവൃദ്ധിയുണ്ടായി നാട് സുസ്ഥിരമാവുകയും ചെയ്യുമെന്ന് പറയുന്നു. വിഷ്ണു ഭഗവാനോട് ദേവി തന്നെ അരുളി ചെയ്ത ഈ കഥയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല ഈ മണ്ണിലെന്നും അദ്ദേഹം പറയുന്നു. സൂതൻ നൃപന്റെ ഈ വാക്കു കേൾക്കെ വ്യാസൻ സത്യവതീസുതൻ. സഭാതലത്തിൽ വെച്ചേവം അരുൾ ചെയ്തു മുനീശ്വരൻ. വ്യാസൻ നാനാവ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളും ദേവീ ഭാഗവതം ശുഭം. മഹാഗുഹ്യം പുരാണം ഞാൻ ഓതുവൻ കേൾക്ക ഭൂപതേ. പഠിപ്പിച്ചേനിപ്പുരാണം പണ്ടൻ പുത്രൻ ശുഗന്നു ഞാൻ. രഹസ്യമപ്പുരാണം ഞാൻ അങ്ങയോടും കഥിച്ചിടാം. നിത്യം ശുഭം സർവവേദപ്പൊരുളാമിതു കേൾക്കുകിൽ. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കൊക്കെയും ഹേതുവായിടും. ജനമേജയൻ ആസ്തികനാർത്തൻ മകനാണെന്തീ വിഘ്നം വരുത്തുവാൻ. അവൻ നിസ്സർപ്പസംരക്ഷ കൊണ്ടെന്തേ നേട്ടവും മുനേ. വിസ്തരിച്ചരിത്രത്തെ കഥിച്ചാലും മഹാമതേ. അംവിധം വിസ്തരിച്ചങ്ങു ചൊല്ലണം നീ പുരാണവും. വ്യാസൻ അവിവാഹിതനായി വാണ ജരൽക്കാരു മുനീശ്വരൻ.
കണ്ടാനൊരിക്കൽ കുഴിയിൽ തൂങ്ങി നിൽക്കും പിതാക്കളെ. പിതാക്കൾ ചൊന്നാർ മകനെ വിവാഹം ചെയ്താലും ആചാരവിശുദ്ധനായി നീ എന്നാകിലേ ദുഃഖമൊഴിഞ്ഞു നാഗം ഗമിച്ചിടൂ തൃപ്തിയൊടൊത്തു ഞങ്ങൾ. സമാനയായി ചൊൽപ്പടി നിൽക്കുവോളാമൊരുത്തിയെ പ്രാർത്ഥന ചെയ്തിടാതെ ലഭിക്കുമെന്നാകിൽ വരിക്കുവൻ ഞാൻ പിതാക്കളെ. സത്യമിതാ കഥിച്ചേൻ എന്നോദിയ ജരൽക്കാരു തീർത്ഥയാത്രയ്ക്കിറങ്ങിനാൻ. അക്കാലം താൻ തീയിൽ വീഴാൻ ശപിച്ചാൾ കദ്രുമക്കളെ. കശ്യപൻ തൻ ഭാര്യമാരാം കദ്രുവും വിനതാഖ്യയും സൂര്യന്റെ തേർക്കുതിരയെ കണ്ടു ചൊന്നാർ പരസ്പരം. കദ്രു ചൊന്നാൾ വിനതയോടശ്വത്തെ ചൂണ്ടി ഇങ്ങനെ, എന്തിതിൻ്റെ നിറം ഭദ്രേ ചൊൽക നേരായി ക്ഷണത്തിൽ നീ. വിനത: വെള്ളയാണീ അശ്വരത്നം ശുഭേ നിന്മതമെന്തുവാൻ. നീയോതുകിതിൻ വർണ്ണം പിന്നെ വാതു പറഞ്ഞിടാം. കദ്രു: കറുപ്പു നിറമാണെന്നാണെൻ്റെ പക്ഷം ശുചിസ്മിതേ. പന്തയം ദാസ്യമാകട്ടെ പോക നാം നിർണയിക്കുവാൻ. വ്യാസൻ തഞ്ചൊൽപ്പടി ചെയ്യുന്ന മക്കളോടോതി കദ്രുവും, സൂര്യാശ്വത്തിൻ രോമമെല്ലാം കറിപ്പിക്കുക നിങ്ങൾ പോയി. ശപിച്ചാൾ കദ്രു വയ്യെന്നാൽ ഉരച്ച ചില മക്കളെ. ജനമേജയയജ്ഞത്തിൽ വീഴട്ടെ നിങ്ങൾ അഗ്നിയിൽ. മറ്റു സർപ്പങ്ങൾ അമ്മയ്ക്കു ഹിതം ചെയ്യാനതിൻ്റെ വാൽ ചുറ്റിക്കരിങ്കറുപ്പാക്കി വർണ്ണഭോഗങ്ങളാലുടൻ. ഒത്തുചേർന്ന ഭഗിനികൾ ചെന്നു നോക്കി ഹയത്തിനെ. ശ്യാമാഭമായി കുതിരയെ കണ്ടുണ്ടായി വിനതയ്ക്കഴൽ. തത്സുതൻ ഗരുഡൻ പെട്ടെന്നണഞ്ഞാൻ ഘോരവിക്രമി. അമ്മയെ ദീനയായി കണ്ടു ചോദിച്ചാൻ പന്നഗാശനൻ, എന്തമ്മേ നീ ദീനയായി കരയുമ്പോലിരിപ്പതും. നിൻമക്കൾ ഞാനുമാദിത്യത്തേരാളിയുമിരിക്കവേ, നീ കേഴുമ്പോൾ ഞങ്ങളിങ്ങു ജീവിക്കുന്നതുമെന്തിനായി. അമ്മ കഷ്ടപ്പെടും നേരം വ്യർത്ഥം താൻ പുത്രജീവിതം. ചൊന്നാലും അമ്മേ നീ ഹേതു തീർപ്പൻ ഞാൻ ഖേദമൊക്കെയും. വിനത: സപത്നിതൻ ദാസിയായി ഞാൻ അപമാനിതയായി തുലോം. ചുമക്കാനവൾ കൽപ്പിപ്പു ദുഃഖമിങ്ങതു താൻ സുതാ. ഗരുഡൻ: കഴുത്തിൽ ഞാനെടുത്തോളാം അവളെ പോയിടേണ്ടിടം. അഴലാലുഴലായേതും ആദി തീർത്തിടുവൻ ശുഭേ. വ്യാസൻ എന്നോദവേ വിനതയ കദ്രുപാർശ്വത്തിലെത്തിനാൾ. മാതൃദാസ്യമൊഴിക്കാനായി വൈനതേയൻ മഹാബലൻ. മക്കളൊത്തവളെ സിന്ധു തന്നക്കര വഹിച്ചുപോയി. അവിടെ ചെന്നോതി താർഷ്യൻ, അമ്മേ കൈകൂപ്പിടുന്നു ഞാൻ. ദാസ്യത്തിൽ നിന്നുമെന്നമ്മ മുക്തയാവുന്നതെങ്ങനെ. കദ്രു: ദേവലോകത്തിൽ നിന്നും നീ അമൃതം കൊണ്ടുവന്നുടൻ എൻ മക്കൾക്കേകി നിൻ മാതൃദാസ്യത്തെ ഒഴിവാക്കുക. അതു കേട്ടിന്ദ്രലോകത്തിൽ ചെന്നാ ഭീമപരാക്രമി. പോർ ചെയ്തുടൻ സുധാകുംഭം ഹരിച്ചാൻ പക്ഷിസത്തമൻ. കൊണ്ടുവന്നേകി അമൃതം ഗരുഡൻ കദ്രുവിനുടൻ. ദാസീഭാവത്തിങ്കൽ നിന്നും മോചിപ്പിച്ചു നിജാംബയെ. കുളിക്കാൻ പോയി നാഗങ്ങൾ കട്ടാനിന്ദ്രൻ തഥാ സുധ. അമ്മയ്ക്കു ദാസ്യവും തീർന്നു പക്ഷീന്ദ്രൻ തൻ ബലത്തിനായി. നാഗങ്ങൾ പോയി നക്കിയതിൻ കീഴ് വിരിച്ചൊരു ദർഭയെ. രണ്ടായി പിളർന്നു പോയി നാവക്കുശാഗ്രം കൊണ്ടു തക്ഷണം. മാതൃശാപത്തിനാൽ ദുഃഖം പൂണ്ട വാസുകി തൊട്ടവർ ശാപഭീതിയുണർത്തിച്ചാർ ബ്രഹ്മാന്തികമണഞ്ഞുടൻ. ബ്രഹ്മാവോതി ജരൽക്കാരുവെന്നുണ്ടൊരു മുനീശ്വരൻ. അവന്നേകൂ വാസുകിതൻ
നദേ പേരുള്ള പെങ്ങളെ. അവൾക്കുണ്ടാം മകൻ രക്ഷിച്ചിടും നിങ്ങളെയൊക്കെയും. അവൻ ആസ്തികനെന്നുള്ള പേരാൽ വിശ്രുതനായി വരും. ബ്രഹ്മാവിൻ ശുഭമാം വാക്യം കേട്ടു വാസുകി തൽക്ഷണം കാട്ടിൽ പോയി വിനയത്തോടും മുനിക്കർപ്പിച്ചു പെങ്ങളെ. സമാനയായി താൻ അവളെ കണ്ടു ചൊന്നാൻ മുനീശ്വരൻ, എനിക്കപ്രിയമൊന്നെങ്ങാൻ ചെയ്താലിവളെ ഞാൻ വിടും. ഈ നിബന്ധനയും വെച്ചു വരിച്ചാൻ അവളെ ദ്വിജൻ. അനന്തരം വാസുകിയും തിരിച്ചാൻ സ്വാലയം പ്രതി. വൻകാട്ടിരജ്ജലൽക്കാരു കെട്ടി നൽപർണശാലയെ ക്രീഡിച്ചു വാണാൻ സസുഖം അവളൊത്തു പരന്തപ. ഒരു നാളൂൺ കഴിഞ്ഞൊന്നു മയങ്ങി മുനിസത്തമൻ, അടുത്തിരുന്നാൾ സർപ്പത്തിൻ പെങ്ങളാം വരവർണിനി. എന്തായാലും പ്രിയേ, നൂനം വിളിച്ചിടരുതെന്നെ നീ എന്ന സുന്ദരിയോടോതി നിദ്ര ചെയ്തിതു മാമുനി. സന്ധ്യാകാലം വന്നു സൂര്യനസ്തമിക്കാറുമായ്ത്തതാ, എന്തു ചെയ്വൂ ശാന്തിയില്ലി ഉപേക്ഷിക്കും വിളിക്കുകിൽ. ധർമ്മഭ്രംശം ഭയന്നേവം ഓർക്കയായി മുനിപത്നിയാൾ, വിളിച്ചുണർത്തിയില്ലെങ്കിൽ സന്ധ്യാകാലം വൃഥാവിലാം. ധർമ്മനാശത്തിലും ശ്രേഷ്ഠം മൃതിയും വിരഹാധിയും, ധർമ്മഹാനിക്കു നരന്മാർക്കു നൽകും നരകമാം ഫലം. ഏവം ചിന്തിച്ചു മുനിയെ വിളിച്ചാൾ ബാലയാമവൾ, എണീറ്റാലും സന്ധ്യയായിപ്പോയി സുവ്രത. ഉണർന്നു കോപിച്ചു മുനി, ഇതാ പോവുകയായി ഞാൻ, നിദ്രാഭംഗം ചെയ്തവളെ പോക നീ ഭ്രാതൃപത്തനം. ഏവം കതിക്കെ പേടിച്ചു വിറപൂണ്ടോതിനാളവൾ, ജ്യേഷ്ഠനെന്നെ തന്നതെന്തിൻ ആയതെന്തായ് മഹാപ്രഭ. മുനി ചൊന്നാൻ ജരൽക്കാരുവോടതുണ്ടെന്നു ദുഷ്ടനായി പോയാൾ ഭ്രാതൃഗൃഹം. പിന്നെ ഭർതൃസന്ധ്യക്തയായവൾ ചോദിച്ചു സോദരൻ, ചൊന്നാളവളപ്പോഴതേ മൊഴി. ആസ്തീതി ചൊന്നെന്നെ വെടിഞ്ഞെങ്ങോ പോയി മുനീശ്വരൻ. അതു കേട്ടാ വാസുകിയും സത്യവാക്കല്ലി താപസൻ എന്നു വിശ്വാസമർപ്പിച്ചു കൊണ്ടാടിയനുജത്തിയെ. നാളൊട്ടു നീങ്ങവേ പിന്നെ പിറന്നു മുനിബാലകൻ, ആസ്തികനെന്ന നാമത്താൽ അവൻ പ്രഖ്യാതനായി നൃപ. ഏവമഭാവിതാത്മാവാം മുനി തന്നമ്മതൻ കുലം, രക്ഷിക്കാനായി യജ്ഞമതു തടഞ്ഞിതു ഗുരുദ്വഹ. രാജൻ, നീ ചെയ്തതോ നന്നായി വാസുകീ ഭഗിനീ സുതൻ, യായാവരകുലോത്പന്നൻ തന്നെ നീയാദരിക്കയാൽ. ശുഭമുണ്ടാവട്ടെ ഭൂപ കേട്ടാൻ ഭാരതമൊക്കെ നീ. ദാനങ്ങളും ചെയ്തു തുലോം പൂജിച്ചാൻ മുനിമാരെയും, പുണ്യങ്ങളേവം ചെയ്തിട്ടും നിൻ താതൻ ഗതിയാർന്നിതോ. ഇന്നിയും ശുദ്ധമായില്ല കുലമൊട്ടാകെ ഭൂപതേ, ഭക്ത്യാ വിസ്തീർണമാം ദേവി ക്ഷേത്രമൊന്നു ചമയ്ക്ക നീ. അതുകൊണ്ടുവരും സർവ സിദ്ധിയും ജനമേജയ. അഭീഷ്ടവുമെല്ലാം സാധിക്കും ശിവയെ പൂജ ചെയ്യുകിൽ, കുലവൃദ്ധിയുമുണ്ടാവും നാടും സുസ്ഥിരമായി വരും. ദേവീയജ്ഞം വേണ്ടവിധം ചെയ്താശു നൃപസത്തമ, ശ്രീമദ്ഭാഗവതം പുണ്യം പുരാണം കേട്ടുകൊള്ളുക നീ. കേൾപ്പിച്ചിടാമങ്ങയെ ഞാൻ പവിത്രതരമക്കഥ, ഭവക്കടൽ കപ്പലതു ദിവ്യം നാനാരസാശ്രിതം. അതിനേക്കാൾ ശ്രേഷ്ഠമായി കേൾക്കാനൊന്നില്ല മന്നിതിൽ, ആരാധ്യമായും മറ്റില്ല ദേവിതൻ കഴലെന്നിയേ.
ഏതു ഭക്തർക്കുൾക്കുരുന്നിൽ ദേവി വാഴുന്നിതോ സദാ. ഭാഗ്യം ചെയ്തോർ ബുദ്ധിയുള്ളോർ ധന്യന്മാരവർ താൻ പ്രഭോ. ആരജ്ജകന്മായ തന്നെ പൂജിക്കാതെയിരുന്നുവോ, കാൺമു നാം അവരെ ഭാരതത്തിൽ ദുഃഖിതരായി സദാ. ബ്രഹ്മാദിദേവന്മാരെല്ലാം ആരെ പൂജിച്ചു സർവദാ, വർത്തിപ്പതദ്ദേവി തന്നെ ഭജിക്കാതാരിരുന്നിടും. വിഷ്ണുവോടദ്ദേവി തന്നെ അരുളിച്ചെയ്തൊരിക്കഥ, ശ്രേഷ്ഠം നിത്യം കേട്ടിടുന്നോൻ നേടിയിടും കാമമൊക്കെയും. ഇതു കേൾക്കിൽ നിനക്കുണ്ടാം ശാന്തി ചിത്തത്തിൽ മന്നവ, ഇതു കേൾക്കിൽ പിതാക്കൾക്കും ഉണ്ടാം സ്വർഗമനശ്വരം. 12-ാം അധ്യായം സമാപ്തം. 2-ാം സ്കന്ധം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ. അമ്മേ നാരായണ.